ഹായ് കൂട്ടുകാരെ, SSLC പരീക്ഷയ്ക്ക് അടുത്തെത്തി എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ? ഒരു പേടിയും വേണ്ട. കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ വളരെ സിമ്പിളായി പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോൺ വിന്യാസം. നമുക്കിത് ഒരുമിച്ചൊന്ന് പൊടിതട്ടിയെടുക്കാം. ഈ റിവിഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു പുലിയായിരിക്കും, ഉറപ്പ്. അതിനൊരു ഉത്തരമേ ഉള്ളൂ. ഓരോ എലമെന്റിനും അതിൻ്റെതായ ഒരു സീക്രട്ട് കോഡുണ്ട്. ആ കോഡ് ഡീകോഡ് ചെയ്യാൻ പഠിച്ചാൽ മതി. ആ രഹസ്യ കോഡ് എങ്ങനെ പൊളിച്ചെഴുതാമെന്ന് പഠിക്കാനാണ് നമ്മൾ ഇന്ന് ഒന്നിച്ചുകൂടിയിരിക്കുന്നത്. അപ്പോ റെഡിയല്ലേ? നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ കോഡ് എങ്ങനെ എഴുതാമെന്നും അത് വെച്ചൊരു എലമെന്റിന്റെ എല്ലാ രഹസ്യങ്ങളും എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. നമ്മൾ ആദ്യം ഷെല്ലുകളിൽ നിന്ന് സബ്ഷെല്ലുകളിലേക്ക് വരും. പിന്നെ ഈ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയ്ക്കുന്നതിനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. ഇതിലൊരു ചെറിയ എക്സെപ്ഷനുണ്ട്, അത് പഠിക്കും. പിന്നെ ഒരു എലമെന്റിന്റെ കൃത്യമായ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പഠിക്കും. അതായത് ബ്ലോക്കും പീരിയഡും ഗ്രൂപ്പുമൊക്കെ. ഓരോ ബ്ലോക്കിന്റെയും പ്രത്യേകതകൾ എന്താണെന്ന് നോക്കും. അവസാനം എല്ലാം പഠിച്ചോ എന്നുറപ്പിക്കാൻ ഒരു ഫൈനൽ ചെക്ക് ലിസ്റ്റും ഉണ്ടാകും. ശരി, നമുക്ക് ഏറ്റവും ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് KLMN ഷെല്ലുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്തേക്കുള്ളൊരു യാത്രയാണിത്. അപ്പോൾ എന്താണ് ഈ സബ്ഷെല്ലുകൾ? സിമ്പിളായി പറഞ്ഞാൽ, ഓരോ ഷെല്ലും ഒരു വലിയ വീടാണെങ്കിൽ സബ്ഷെല്ലുകൾ അതിനകത്തുള്ള ഓരോ മുറികളാണ്. അപ്പോൾ ഇലക്ട്രോണുകൾ എന്ന ആളുകൾ കൃത്യമായി ഏതു മുറിയിലാണ് താമസിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ SPDF എന്നൊക്കെ പേരുള്ള സബ്ഷെല്ലുകൾ. ഇതാണ് നമ്മുടെ യഥാർത്ഥ താക്കോൽ. ഇവിടെ വളരെ എളുപ്പമുള്ളൊരു ട്രിക്കുണ്ട്. ഷെൽ നമ്പർ എത്രയാണോ അത്രയും സബ്ഷെല്ലുകൾ അതിനകത്ത് കാണും. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലായ Kയിൽ എത്ര സബ്ഷെല്ലുണ്ടാവും? 1 മാത്രം, അത് S. രണ്ടാമത്തെ ഷെല്ലായ Lലോ 2 എണ്ണം, Sഉം Pയും. മൂന്നാമത്തേതിലോ SPD. കണ്ടില്ലേ, എന്ത് സിമ്പിളാ. ഇനി ഈ നമ്പറുകൾ മറക്കവേ കൂടാതെ 2, 6, 10, 14. ഓരോ മുറിയിലും പരമാവധി എത്ര പേർക്ക് താമസിക്കാം എന്നതിൻ്റെ കണക്കാണിത്. S എന്ന ചെറിയ മുറിയിൽ 2 പേർക്ക്, Pയിൽ 6 പേർക്ക്, Dയിൽ 10 പേർക്ക്, Fയിൽ 14 പേർക്ക്. ഈ കണക്ക് തെറ്റിയാൽ നമ്മുടെ കോൺഫിഗറേഷൻ മുഴുവൻ തെറ്റും. അതുകൊണ്ട് ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ചേക്കുക. ഓക്കെ, അപ്പം നമുക്ക് മുറികളും അതിലെ ആളുകളുടെ എണ്ണവും മനസ്സിലായി. ഇനി ഈ മുറികൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ കോഡ് എങ്ങനെ എഴുതി തുടങ്ങാമെന്ന് നോക്കാം. ഇവിടെ ഒരൊറ്റ നിയമമേ ഉള്ളൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഊർജം കൂടി വരുന്ന ക്രമത്തിലെ ഇലക്ട്രോണുകൾ നിറയുകയുള്ളൂ. ഇതൊരു കോണിപ്പടി കയറുന്നത് പോലെയാണ്. നമ്മളെപ്പോഴും താഴത്തെ പടിയിൽ ചവിട്ടിയിട്ടല്ലേ മുകളിലേക്ക് പോകുക. അതുപോലെ തന്നെ ഇലക്ട്രോണുകൾ എപ്പോഴും ഊർജം ഏറ്റവും കുറഞ്ഞ സബ്ഷെല്ലിൽ ആദ്യം കയറും. ആ മുറി ഫില്ലായാൽ മാത്രം അടുത്തതിലേക്ക് പോകും. ഇവിടെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന ഭാഗം. നോക്കൂ, 1S, 2S, 2P, 3S, 3P. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. 3P കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും 3D വരും എന്നല്ലേ വിചാരിക്കുക. പക്ഷേ അങ്ങനെയല്ല. ഊർജം നോക്കുമ്പോൾ 4Sനാണ് 3Dയേക്കാൾ ഊർജം കുറവ്. അതുകൊണ്ട് 3P കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്നത് 4Sലേക്കാണ്. 4S നിറഞ്ഞതിന് ശേഷം മാത്രമേ 3Dയിലേക്ക് പോകൂ. ഇത് മറക്കരുത്. ഇതൊരു സ്റ്റാർ ഇട്ട് വച്ചോളൂ. നമ്മളിപ്പോൾ പഠിച്ച ഈ നിയമം മിക്കവാറും എല്ലാ എലിമെന്റ്സും അനുസരിക്കും. പക്ഷേ കൂട്ടത്തിൽ 2 വിമതന്മാരുണ്ട്. ആരൊക്കെയാണെന്നറിയോ? ക്രോമിയവും കോപ്പറും. ഇവരുടെ കാര്യം പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്. എന്താണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ക്രോമിയത്തിന്റെ കാര്യമെടുക്കാം. അതിൻ്റെ അറ്റോമിക് നമ്പർ 24 നമ്മൾ എഴുതുമ്പോൾ അവസാനം 3D4 4s2 എന്നല്ലേ വരേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. 4Sലുള്ള ഒരു ഇലക്ട്രോൺ അവിടുന്ന് ചാടി 3Dയിലേക്ക് പോകും. അപ്പോൾ അത് 3D5 4s1 ആകും. എന്തിനായിരിക്കും ഈ ചാട്ടം? അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ: സ്ഥിരത, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി. ഒരു ക്ലാസ്സിലെ ബെഞ്ചുകളിൽ ഒന്നുകിൽ എല്ലാവരും ഓരോരുത്തരായിരിക്കുക, അല്ലെങ്കിൽ എല്ലാ ബെഞ്ചും ഫുള്ളായിരിക്കുക. ഇതിനൊരു പ്രത്യേക ഭംഗിയില്ലേ? അതുപോലെയാണ് ഡി സബ്ഷെല്ലിൻ്റെ കാര്യവും. പകുതി നിറഞ്ഞ അവസ്ഥ, അതായത് D5, അല്ലെങ്കിൽ പൂർണ്ണമായി നിറഞ്ഞ അവസ്ഥ, അതായത് D10. ആറ്റത്തിന് കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കും. ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ക്രോമിയവും കോപ്പറും ഈ ചെറിയൊരു മാറ്റം വരുത്തുന്നത്. അപ്പോൾ നമ്മൾ സീക്രട്ട് കോഡ് എഴുതാൻ പഠിച്ചു. ഇനിയിപ്പോൾ എന്തിനാ ഇത് പഠിച്ചത്? ആ കോഡ് ഉപയോഗിച്ച് പീരിയോഡിക് ടേബിളിൽ ഒരു എലമെന്റിന്റെ കൃത്യമായ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ. അതായത് ഏത് ബ്ലോക്കാണ്, ഏത് പീരിയഡാണ്, ഏത് ഗ്രൂപ്പാണ് എന്നൊക്കെ കൃത്യമായി പറയാൻ പോവാണ് നമ്മൾ. ബ്ലോക്കും പീരിയഡും കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ എഴുതിയ കോൺഫിഗറേഷനിലെ അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ ചെന്ന് വീണത് അതാണ് ബ്ലോക്ക്. ഇനി ആ കോൺഫിഗറേഷനിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണോ അതാണ് പീരിയഡ്. വളരെ സിമ്പിൾ. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഓരോ ബ്ലോക്കിനും ഓരോ ചെറിയ റൂളുണ്ട്. S ബ്ലോക്കാണെങ്കിൽ അവസാനത്തെ S സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതുതന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. P ബ്ലോക്ക് ആണെങ്കിൽ
അവസാന ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ കൂടെ ഒരു 10 കൂട്ടിയാൽ മതി. ഡി ബ്ലോക്ക് ആണെങ്കിലോ അവസാനത്തെ എസിലെയും അതിനു തൊട്ടു മുൻപുള്ള ഡിയിലെയും ഇലക്ട്രോണുകൾ തമ്മിൽ കൂട്ടുക. ഈ 3 നിയമങ്ങൾ ഓർത്തുവെച്ചാൽ മാത്രം മതി. പരീക്ഷയ്ക്ക് ഉറപ്പായും ഈ ഭാഗത്തുനിന്നൊരു ചോദ്യം വരും. അതുകൊണ്ട് ഈ ടേബിൾ നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കുക. അപ്പോ ഒരു എലമെന്റിന്റെ അഡ്രസ്സ് കിട്ടിയാൽ മാത്രം മതിയോ? പോരാ. ആ അഡ്രസ്സ് വെച്ച് നമുക്ക് ആളുടെ സ്വഭാവം കൂടി പറയാൻ പറ്റും. അതായത് ബ്ലോക്ക് ഏതാണെന്നറിഞ്ഞാൽ ആ എലമെന്റിന്റെ പ്രധാന സ്വഭാവങ്ങളെല്ലാം നമുക്ക് പിടികിട്ടി. നമുക്കിത് സിമ്പിളായിട്ട് ഓർത്തുവെക്കാം. എസ് ബ്ലോക്കുകാരെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന നല്ല ദാനശീലരാണ്. ഗ്രൂപ്പ് 1, 2 ഒക്കെ അതിലാണ് വരുന്നത്. ഇനി പി ബ്ലോക്ക്, അതൊരു മിക്സ്ഡ് ഗ്രൂപ്പാണ്. അതിൽ ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും ഒക്കെയുണ്ട്. ഡി ബ്ലോക്കുകാരാണ് കൂട്ടത്തിലെ കളർഫുൾ ആൾക്കാർ. അവർ നിറമുള്ള സംയുക്തങ്ങളുണ്ടാക്കും, പലതരം ഓക്സീകരണാവസ്ഥയും കാണിക്കും. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് കുറേയധികം കാര്യങ്ങൾ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ഉറപ്പിക്കണ്ടേ? അതിനായിട്ട് നമുക്കൊരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തനിയെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 1. ഏതൊരു എലമെന്റ് തന്നാലും അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റുന്നുണ്ടോ? 2. 1s 2s 2p 3s 3p 4s 3d എന്ന ഓർഡർ ശരിയായി ഉപയോഗിക്കാൻ അറിയാമോ? 3. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ആ സ്പെഷ്യൽ കേസ് ഓർമ്മയുണ്ടോ? 4. ഒരു കോൺഫിഗറേഷൻ തന്നാൽ അതിൽ നിന്ന് ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിനെല്ലാം നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്കിൽ ഫുൾ മാർക്ക് വാങ്ങാൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ പോകുന്നതിന് മുൻപ് ഇതാ നിങ്ങൾക്കൊരു ഫൈനൽ ചാലഞ്ച്. ഒരു എലമെന്റിന്റെ കോൺഫിഗറേഷൻ 3d5 4s1 എന്ന് അവസാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? ബ്ലോക്കും പീരീഡും ഗ്രൂപ്പും ഏതൊക്കെയായിരിക്കും? നമ്മളിപ്പോൾ പഠിച്ച നിയമങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ അതൊന്ന് കണ്ടുപിടിച്ചു നോക്കുക. എല്ലാവർക്കും പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും.